ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാങ്ങാക്കറി അങ്കമാലി മാങ്ങാക്കറി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല. മീനോ ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു കറി മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടിതൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുള്ള കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് മാത്രം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ടാം പാൽ ഒരു 1.5 കപ്പോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരമുറി തേങ്ങ ഒന്ന് ചിരകിയിട്ട് അതിൻ്റെ പാലെടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടാം പാലാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും ഞാൻ ഇതുപോലെ കൈവച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്ന സമയത്താണ് ഞാൻ ഇനി മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതല്ലേ. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഒരു മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ മാങ്ങയും ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് 1-ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചട്ടി മാറ്റി വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ 1-ാം പാലൊന്ന് ചെറുതായി ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പും കൂടി റെഡിയാക്കിയിട്ട് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ്. ഇപ്പോൾ പച്ചമാങ്ങ കിട്ടുന്ന ഒരു ടൈമല്ലേ, പച്ചമാങ്ങയുടെ സീസണല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നിട്ട് നമ്മൾ കറി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. ഒന്ന് അടച്ച് വെക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.